ഇന്ന് 28/4/2024 എന്ന് എൻ്റെ ഉണ്ണിയേട്ടൻ്റെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ. രാവിലെ തന്നെ ഒരു സർപ്രൈസൊക്കെ കൊടുത്തുകൊണ്ട് ഞങ്ങൾ പിള്ളേരൊക്കെ ഒത്ത് ഏട്ടനെ നന്നായിട്ടൊന്ന് വിഷ് ചെയ്തു. ഹായ്, ഞാൻ അശ്വതി. എല്ലാവർക്കും ഡി ഫാമിലിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങളുടെ തേക്കടി വിശേഷത്തിൻ്റെ സെക്കൻഡ് പാർട്ടുമായിട്ടാണ് വന്നിട്ടുള്ളത്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് റെസ്റ്റോറൻറ്റിലേക്ക് എത്തി. അപ്പോൾ ഇന്നും ഷൂട്ട് ചെയ്യാൻ വേണ്ടി നോക്കിയപ്പോൾ നല്ല റഷുള്ള ടൈമിൽ തന്നെയാണ് ഞാൻ വീണ്ടും പെട്ടത് കേട്ടോ. എനിക്ക് കാര്യമായിട്ടൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. നമ്മൾ മാത്രമല്ലല്ലോ, മറ്റ് ഗസ്റ്റിനെയും ഡിസ്റ്റർബ് ചെയ്യാതെ വേണ്ടേ ഷൂട്ട് ചെയ്യാൻ. എങ്കിലും കഴിയുന്ന അത്ര ഞാൻ ഓടിച്ചൊന്ന് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. കോൺഫ്ലെക്സും നമ്മുടെ ചോക്കോ ഫ്ലേക്സും എല്ലാം അവൈലബിൾ ആയിരുന്നു കേട്ടോ. കട്ട് ഫ്രൂട്ട്സും ഓംലെറ്റും ടോസ്റ്റഡ് ബ്രെഡും അതുപോലെ പ്ലെയിൻ ബ്രെഡും ഉപ്മ, ഇഡ്ഡലി, ദോശ എല്ലാം അവൈലബിൾ ആയിരുന്നു. ഞാൻ കുറച്ച് ഉപ്മ എടുത്തു, അതുപോലെ ഓംലെറ്റ് എടുത്തു, ഇഡ്ഡലി എടുത്തു. ദേ എൻ്റെ മുന്നിലിരുന്ന് ഒരു ഓംലെറ്റിനെ കുത്തിക്കൊല്ലുന്ന കണ്ടോ എന്തിനു അവൾ അത് കട്ട് ചെയ്യുന്ന കാണാൻ നല്ല രസമായിരുന്നു കേട്ടോ. നല്ല സൗണ്ടുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് എല്ലാത്തിനും ശേഷം ഒരു കുത്തും. എല്ലാം കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കേമായി കഴിച്ച് ഞങ്ങളിതാ ചെക്കൗട്ട് ചെയ്യാനുള്ള പ്രൊസീജിയറിലേക്ക് പോയി. ചെക്കൗട്ട് ചെയ്ത് ഒരു 11 മണിക്ക് റൂം വിടാം എന്ന് തന്നെയായിരുന്നു പ്ലാന്. പക്ഷേ എങ്ങോട്ട് എന്നൊരു പ്ലാനൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ശരിക്കും നൈറ്റിൽ ഏട്ടനൊരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി ഒരു ബർത്ത്ഡേ കേക്ക് ഒപ്പിക്കണം എന്നൊക്കെ മുൻകൂറായിട്ട് പ്ലാൻ ചെയ്ത് വെച്ചിരുന്നതായിരുന്നു ഞാൻ കേട്ടോ. പക്ഷേ ഈ വീഡിയോ എടുക്കുന്നതിൻ്റെയും ഫോട്ടോ എടുക്കുന്നതിൻ്റെയും തിടുക്കത്തിൽ ഞാൻ അതെല്ലാം മറന്നുപോയി. ബർത്ത്ഡേയുടെ കാര്യമേ മറന്നുപോയി. രാത്രി ആയപ്പോഴാണ് ഓർമ്മ വന്നത്. എങ്കിൽ ഞാൻ അത് പ്ലാൻ ചെയ്ത പോലെ നടന്നിരുന്നെങ്കിൽ നല്ലൊരു വീഡിയോ, എനിക്ക് ഒരു സർപ്രൈസിൻ്റെ വീഡിയോയും കൂടെ എനിക്ക് ആഡ് ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷേ ഇത്തവണ അതൊന്നും നടന്നില്ല. രാത്രി ചെന്ന് നമ്മുടെ ഷെഫിൻ്റെ അടുത്ത് അന്വേഷിച്ചപ്പോൾ അത്രയും വൈകിട്ട് അവർക്കൊരു കേക്ക് പ്രൊവൈഡ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അത് നമ്മളും മനസ്സിലാക്കണമല്ലോ, നമ്മൾ അത്രയും വൈകിയില്ലായിരുന്നു. ശരി, എന്നാൽ പിന്നെ വിഷിങ്ങിൽ മാത്രമാക്കി ഒതുക്കിക്കൊണ്ട് ഏട്ടനെ നല്ല സ്നേഹത്തോടെ വിളിച്ചുണർത്തി നല്ലൊരു വിഷിങ് അങ്ങ് കൊടുത്തു. പിന്നെ തേക്കടിയിൽ ബോട്ടിങ് കഴിഞ്ഞാൽ പിന്നെയുള്ളത് നല്ല ജംഗിൾ സഫാരിയാണ് കേട്ടോ. ജംഗിൾ സഫാരി ഉണ്ട്, ട്രക്കിങ്, അതെല്ലാം തന്നെ. പക്ഷേ നമ്മൾ കുട്ടികളായിട്ടൊക്കെ പോകുന്ന സമയത്ത് അത് അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത്. തിങ്കളാഴ്ച പിന്നെ എല്ലാവർക്കും ജോലിയുള്ളതാണ്, എല്ലാവരും ബാക്ക് ടു വർക്കാണ്. സോ അന്നേക്ക് സുഖമായിട്ട് ജോലിക്ക് പോകണമെങ്കിൽ നമ്മൾ ഒത്തിരി രാത്രിയൊന്നും അല്ലാണ്ട് വീട്ടിലെത്തണം. അതായിരുന്നു പ്ലാന്. അപ്പോൾ തേക്കടിയിൽ നിന്ന് എപ്പോൾ വിട്ടാലും നമ്മളിപ്പോൾ ഒരു 11 മണിക്ക് വിട്ടാൽ ഒരു ഉച്ച കഴിഞ്ഞ് ഒരു 3 മണിയൊക്കെ ആകുമ്പോഴേക്കും തൊടുപുഴ എത്താം. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കാണാവുന്ന ഏതെങ്കിലും ഒരു സ്ഥലം കൂടെ നമുക്ക് ആഡ് ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ അതായി അന്വേഷണം. ചെക്കൗട്ട് നടക്കുന്ന സമയത്ത് റിസപ്ഷനിൽ നിന്ന് തന്നെ അവരൊരുപാട് ചോയ്സ് പറഞ്ഞു തന്നു കേട്ടോ. അവിടെ അടുത്ത് തന്നെ ഒരു റോസ് ഗാർഡൻ ഉണ്ട്, പിന്നെ അതുപോലെ മുന്തിരിത്തോട്ടം കാണാൻ വേണ്ടി പോവാം, അങ്ങനെ ഓരോ ചോയ്സസ് അവർ തന്നു. അപ്പോൾ അങ്ങനെ തീരുമാനിച്ചപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ കരുതി എന്നാൽ മുന്തിരിത്തോട്ടം കാണാൻ പോയാലോ. അങ്ങനെ എന്നത്തെ പോലെ ഫ്രണ്ടിൽ തന്നെ ഞാൻ സ്ഥലം ഒപ്പിച്ചു കേട്ടോ. അച്ഛനും മക്കളും കൂടെ ബാറിലുണ്ടാക്കിയ ബില്ലാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അടുത്ത യാത്ര കമ്പത്തുള്ള മുന്തിരിത്തോട്ടം കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ആ പോകുന്ന വഴിക്ക് കണ്ടതാണ് കേട്ടോ. ദേ കണ്ടോ, വലിയ വലിയ 4 പൈപ്പുകൾ. നമ്മുടെ മുല്ലപ്പെരിയാർ ഡാമിൽ നിന്നും വെള്ളം തമിഴ്നാട് കൊണ്ടുപോകുന്ന പൈപ്പുകളാണ് ആ കാണുന്നത്. പിന്നെ തമിഴ്നാട്ടിലേക്ക് കയറിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ പറയണ്ടല്ലോ. റോഡൊക്കെ കണ്ടോ, എന്ത് സ്റ്റഡി ആയിട്ടാണ് ക്യാമറ ഇരിക്കുന്നതെന്ന് നോക്കി. റോഡൊക്കെ നല്ല സ്മൂത്ത് റോഡായിരുന്നു. പിന്നെ കാറ്റ് എന്ന് പറയണ്ട, അത്രയ്ക്ക് നല്ല കാറ്റും നല്ല ക്ലൈമറ്റും തന്നെയായിരുന്നു. വെയിലുണ്ട്, ഹൈവേയുടെ നടുവ് തന്നെയാണ് നിൽക്കുന്നത്, വെയിലുണ്ട്, പക്ഷെ എന്നാലും നല്ല കാറ്റായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളിതാ ഞങ്ങളുടെ ഡെസ്റ്റിനേഷൻ എത്തി. ഇതായിരുന്നു അവിടെ ഒരുപാട് KL രജിസ്ട്രേഷൻ വണ്ടികളും ഉണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ഒത്തിരി തമിഴ്നാട് ഉള്ളോട്ടൊന്നുമല്ല, നമ്മുടെ ബോർഡറിങ് കയറുന്നേ ഉള്ളൂ. മുന്തിരിത്തോപ്പിനകത്ത് കയറിയപ്പോൾ അതിനകത്ത് വൈന് കൊടുക്കുന്നുണ്ട് അവർ, ഫ്രഷായിട്ട് വൈന് കൊടുക്കുന്നുണ്ട്, അതുപോലെ ജ്യൂസ് അടിച്ച് കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല തിരക്കുണ്ട്. അങ്ങനെ ഞങ്ങളും വാങ്ങിച്ചു ഒരു 2 ഗ്ലാസ് വൈന്. കുട്ടികളൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്തു. അവരാദ്യം കളറൊക്കെ കണ്ട് ചാടി വീണത് എന്തോ കാര്യമായിട്ട് കഴിക്കാനുണ്ടെന്ന് കരുതിയ, പക്ഷെ ടേസ്റ്റ് ചെയ്തത് പിന്നെ ആർക്കും വേണ്ടായിരുന്നു കേട്ടോ. വൈനല്ലേ, അതിൻ്റേതായ ഒരു ചവർപ്പും ഒരു ടേസ്റ്റും ഉണ്ടാവുമല്ലോ. പിന്നെ അമ്മയും അച്ഛനും ഒക്കെ കൂടെ പോയി ജ്യൂസും പറഞ്ഞു. ജ്യൂസിന് ഭയങ്കര ക്യൂ ആയിരുന്നു. മുന്തിരി ജ്യൂസ് കാണാത്ത പോലെ ആൾക്കാർ മുന്തിരി ജ്യൂസിന് അവിടെ ക്യൂ നിന്നത്. അവിടെ നിന്ന് മുന്തിരിയുടെ കുറേ സ്നാപ്സൊക്കെ എടുത്ത് എല്ലാവരും ഓരോ ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു. ഇത്രയും ദൂരം വന്ന് കാണാനുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലയെന്ന് വേണേൽ പറയാം കേട്ടോ.
അങ്ങനെ തിരിച്ചു വരും വഴി ഒരുപാട് മാങ്ങ, പല വെറൈറ്റി മാങ്ങകൾ വിൽക്കുന്നൊരു കട കണ്ടപ്പോൾ അവിടെ കയറി കുറേ മാങ്ങ വാങ്ങിച്ചു. മുന്തിരി ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. മുന്തിരി ഒരു അത്യാവശ്യം വാങ്ങിച്ച് കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ തിരിച്ചു പോകാൻ വേണ്ടി റെഡിയായി. ഇതുവഴി എങ്ങോട്ടേലും പോകുന്നുണ്ടെങ്കിൽ നമുക്ക് ഇറങ്ങി ഇതുപോലെ മുന്തിരിത്തോപ്പൊക്കെ കണ്ടിട്ട് പോവാം. അല്ലാണ്ട് അവിടറ്റം വന്ന് പെട്രോൾ അടിച്ച് അവിടറ്റം വന്ന് കാണേണ്ട മുതലുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ ഈ ചെറിയ ഫാമിലി ട്രിപ്പിൻ്റെ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. തിരിച്ചു പോകുന്നത് ഞങ്ങൾ കട്ടപ്പന വഴിയായിരുന്നു കേട്ടോ. അങ്ങനെ കട്ടപ്പന എത്തിയപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ച് ഒരു 5-5:30 മണിയായപ്പോൾ ഞങ്ങൾ തൊടുപുഴ എത്തി. എനിവേ, ബൈ ബൈ.